വെൽക്കം ബാക്ക് ടു മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് ക്വസ്റ്റാറ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങളെല്ലാവരും നന്നായി ചെയ്ത് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. ഫൈൻഡ് ദ സം 1 + 4/5, 7/5², 10/5³ പ്ലസ് എക്സെട്ര. ഫൈൻഡ് ദ സം. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇതിന് എസ് എന്നൊരു പേര് കൊടുക്കാം. ഇവിടെ 1/5 ആണല്ലേ മൾട്ടിപ്ലൈ ചെയ്ത് പോയിരിക്കുന്നത്. ആ 1/5 കൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും മൾട്ടിപ്ലൈ ചെയ്യാം. 1/5 × S, 1/5, 4/5², 7/5³ പ്ലസ് എക്സെട്ര. This minus this, S minus S/5, that is 4/5S. 1 അതേപോലെ എഴുതുക. 4/5 minus 1/5, 7 minus 4, 3/5², 3/5³ plus etc. 1 plus 3/5 into within the bracket 1 plus 1/5, 1/5² plus etc. This is an infinite GP with the first term 1, common ratio 1/5. S infinity A/1 minus R. (4/5S) 1 plus 3/5 into 1/1 minus 1/5. 1 plus 3/5 into, this is 1/4/5, that is 5/4. 1 plus 3/4, that is 7/4. Therefore, I see sum is equal to 7/4 into reciprocal of this. So, answer is 35/16. Question number 2. A, B, C. A, B, C element R with A not equal to 0. Alpha and beta are the roots of ax² plus bx plus c is equal to 0. Then a³ x² abc x plus x, sorry, c³ is equal to 0 has ആൽഫയും ബീറ്റയും ഇതിൻ്റെ റൂട്ട്സ് ആണെങ്കിൽ ഇതിൻ്റെ റൂട്ട്സ് ഏതൊക്കെയാണ്? നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടല്ലോ. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദിസ്, ദെൻ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് b/a, ആൽഫ ബീറ്റ c/a. സം ഓഫ് സീറോസ് മൈനസ് b/a, പ്രോഡക്റ്റ് ഓഫ് സീറോസ് c/a. ഇതിൻ്റെ നമുക്കിവിടെ ആൽഫയും ബീറ്റകളുണ്ട്. ഇതിന് ആൽഫ ഡാഷ് ബീറ്റ ഡാഷ് വേറെ പേര് കൊടുക്കാം. ആൽഫ ഡാഷ് ബീറ്റ ഡാഷ് അതാണ് ഇതിൻ്റെ റൂട്ട്സ് എങ്കിൽ ഇതിൻ്റെ സം എന്തായിരിക്കും? മൈനസ് abc/a³ മൈനസ് bc/a². ഓക്കെ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടുമല്ലോ. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്തെഴുതാം? ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ആൽഫ ബീറ്റ, ദാറ്റ് ഈസ് ആൽഫ² ബീറ്റ പ്ലസ് ആൽഫ ബീറ്റ². ഇതിൽ നിന്ന് നമുക്ക് ആൽഫ ഡാഷും ബീറ്റ ഡാഷും കിട്ടും. എങ്കിലും നമുക്ക് പ്രോഡക്റ്റും കൂടെ നോക്കാം. ആൽഫ ഡാഷ് ബീറ്റ ഡാഷ് c/a, c³/a³. c/a എന്താ? ആൽഫ ബീറ്റ, ആൽഫ³ ബീറ്റ³. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ² ബീറ്റ ഇൻറ്റു ആൽഫ ബീറ്റ². ഡോട്ട് ഇട്ടിരിക്കുന്ന ഇൻറ്റു ആണ് കേട്ടോ. ആൽഫ² ബീറ്റ ഇൻറ്റു ആൽഫ ഡാഷ് ബീറ്റ ഡാഷ് എന്ത് കിട്ടി? ആൽഫ² ബീറ്റ, ആൽഫ ബീറ്റ².
roots of this equation alpha square beta alpha beta square. Question number 3. Sin theta 3 sin theta plus 2 alpha. Find tan theta plus alpha plus 2 tan alpha. നമുക്കിതിനെ ഈ ഒരു റിസൾട്ട് എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി ICSEക്കൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി ദെൻ എ പ്ലസ് ബി ബൈ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു സി പ്ലസ് ഡി ബൈ സി മൈനസ് ഡി. കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ മെത്തേഡ്, നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നത് സി ആൻഡ് ഡി മെത്തേഡ്. ഇവിടെ സൈൻ തീറ്റ പ്ലസ് 2 ആൽഫ ബൈ സൈൻ തീറ്റ നമുക്ക് എന്ത് എഴുതാം 1/3. ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തിരിച്ചിത് കിട്ടും. ഈ മെത്തേഡ് ഇത് അപ്ലൈ ചെയ്യാം. ദിസ് പ്ലസ് ദിസ് സൈൻ തീറ്റ പ്ലസ് 2 ആൽഫ പ്ലസ് സൈൻ തീറ്റ ബൈ സൈൻ തീറ്റ പ്ലസ് 2 ആൽഫ മൈനസ് സൈൻ തീറ്റ. 1 + 3 4. 1 - 3 -2. ദാറ്റ് ഈസ് -2. ഇനി നമുക്കിത് +1 പഠിച്ച ഫോർമുല sin x plus sin y, sin x minus sin y, sin x plus sin y എന്ത് കിട്ടും 2 sin x plus y by 2 theta plus 2 alpha plus theta divided by 2 that is theta plus alpha cos this minus this by 2 alpha by 2 alpha by 2 cos x plus y by 2 that is theta plus alpha sin alpha minus 2. 2 cancel. Sin by cos tan. Cos by sin cot. കോട്ടിനെ നമുക്ക് ഡിനോമിനേറ്ററിൽ എഴുതാം. അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിൽ ടാൻ ആൽഫ ആയതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്കത് ലെഫ്റ്റ് വരുമ്പോൾ ആൻസർ എന്താവും ടാൻ തീറ്റ പ്ലസ് ആൽഫ പ്ലസ് 2 ടാൻ ആൽഫ. ഇതിൻ്റെ വാല്യൂ എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദിസ്. സോ ആൻസർ ഈസ് 0. Question number 4. Integral -3 to 2 f of x dx is equal to 2. Integral 2 to 5 plus f of x dx is equal to 9. Find the value of -3 to 5 f of x dx. ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 2 to 5 dx പ്ലസ് ഇൻ്റഗ്രൽ 2 to 5 f of x dx നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ 5 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 5x വിതിൻ ദ ലിമിറ്റ് 2 to 5. ഇൻ്റഗ്രൽ 2 to 5 f of x dx that is equal to 9. 5 into 5 25, 5 into 2 10. 15 right side 9 minus 15 minus 5. So 2 to 5 f of x dx minus 6. നമുക്ക് എന്താ കണ്ടേ -3 to 5 f of x dx. -3 to 5 f of x dx. ഇൻ്റഗ്രേഷൻ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇൻ്റഗ്രൽ a to b f of x dx is equal to integral a to c f of x dx plus integral c to b
f of x dx, where c lies between a and b. അതേപോലെ ഇവിടെ -3 to 5, 2 ലൈസ് ബിറ്റ്വീൻ -3 and 5. നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. -3 to 2 f of x dx പ്ലസ് ഇൻ്റഗ്രൽ ഈ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം 2 to 5. ഇൻ്റഗ്രൽ 2 to 5 നമുക്ക് എത്ര കിട്ടി? -6. -3 to 2 f of x dx 2. 2 plus 2 to 5. 2 to 5 f of x dx. 2 to 5 f of x dx. നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? -6. So answer is -4. അടുത്ത ക്വസ്റ്റ്യൻ. Question number 5. Integral sin 2x by 1 plus cos squared x dx. 1 plus cos square x dx is equal to t. Derivative of 1 0. Cos square x the derivative എന്ത് വരും? 2 cos x into derivative of cos x, chain rule, minus sin x dx is equal to dt, minus 2 sin x cos x in the sin 2x. Integral becomes minus integral 1 by t dt, minus log mod t plus c. ഇവിടെ മോഡ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കോസ് സ്ക്വയർഡ് എക്സ് ആണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇത് രണ്ടും പോസിറ്റീവാണ്. ഓപ്ഷൻ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്: സി മൈനസ് ലോഗ് Question number 6. If the non-zero numbers x, y, z are in AP, x, y, z are in AP and x not equal to y not equal to x not equal to 0, y not equal to 0, z not equal to 0. And tan inverse x, tan inverse y and tan inverse z are in AP. Then 4 options ഉണ്ട്. x, y, z are in AP. Implies 2y is equal to x plus z. Tan inverse x, tan inverse y, tan inverse z are in AP. So 2 tan inverse y that is equal to tan inverse x plus tan inverse z. 2 tan inverse y. The formula എന്താ? Tan inverse 2y by 1 minus y square. Tan inverse x plus tan inverse z. Tan inverse within the bracket x plus z by 1 minus xz. Equating, we get 2y by 1 minus y square x plus z by 1 minus xz. Here we get x plus z is equal to 2y. 2y cancel. 1 minus y square is equal to 1 minus xz. So y square is equal to xz. X minus z the whole square is equal to x plus z the whole square minus 4xz. X plus z that is
y/2. Four into xz y square. X plus z is equal to 2y. X plus z the whole square. 4y square, that is 4xz. X plus z the whole square minus 4xz is equal to 0. That is a plus b the whole square minus 4ab. That is a minus b the whole square. X minus z the whole square is equal to 0. We get x is equal to z. X z equal ആണ് നമുക്ക് എന്ത് എഴുതാം? y square is equal to x square. Implies y is equal to x. X is equal to z. So answer is x is equal to y is equal to z. എല്ലാവരും ചെയ്ത് പഠിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, താങ്ക് യു.